ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ അങ്ങനെ പരിപാടിയൊന്നുമില്ല കേട്ടോ. വെറുതെ ചുമ്മാ ഷോക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിലെടുത്തിട്ട് രാവിലെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ. പുറത്തുനിന്ന് ഷോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറയത്ത് വന്നിരുന്നു. അതും മതിയായി പിന്നെ ഇതാ എണീച്ച് കുറച്ച് സമയം നടന്നു. പിന്നെ കുറച്ച് സമയം ബെല്ലനെ ചൊറയാക്കി വെച്ചിട്ട് പോയി. ബെല്ല വരെ എന്നെ മൈൻഡാക്കുന്നില്ല. എന്താ അവസ്ഥ. പിന്നെ ഉള്ളിൽ കയറിയിട്ട് ഇതാ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ചെങ്ങായി വിളിക്കുന്നത്, ഏട്ടാ നമുക്കൊന്ന് കാഞ്ഞങ്ങാട് പോകണം, ഒന്ന് വാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു ഇറങ്ങി. അങ്ങനെ ആയതാ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ആടെ എത്തിയിട്ടാ. അപ്പോൾ ആടെ എത്തുമ്പോഴോ ഓനെത്തിയിട്ടാ. ഞാൻ വെറുതെ പൊട്ടനെ പോലെ പോസ്റ്റ് അങ്ങനെ ഞാൻ കുറച്ച് സമയം ആടി ഇരുന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ഷോയിലാക്കി. അപ്പോൾ നമ്മളിത് എടുത്തേക്ക് പോകുന്നറിയാം, കാഞ്ഞങ്ങാട് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ദിനീഷ് വന്നു. ഞങ്ങളിതേ പ്ലാത്തർ ബൈക്ക് വെച്ചിട്ട് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ് കയറി അങ്ങനെ നമ്മളിതേ സർപ്രൈസ് കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയാൽ നിങ്ങളൊന്ന് കണ്ടിട്ട്. നമ്മൾ സർപ്രൈസ് കൊടുക്കാനെത്തി ആശുപത്രി. അതേ കൂട്ടുകാരെ, ആടെ എത്തിയാലേ നമുക്ക് മനസ്സിലായത് നമ്മളെക്കാട്ട് പറ്റിയൊരു ടീം നമ്മളെ ചങ്ങായിമാരെന്ന്. അപ്പോൾ അവരെവിടെ പുറത്തേക്ക് ലോക്ക് ചെയ്തിട്ട് പോയി. നമ്മൾ സർപ്രൈസ് എന്തായാലും ഫസ്റ്റ് മുമ്പി. അപ്പോൾ നമ്മൾ ആ സങ്കടം മാറ്റാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാന്ന്. അപ്പോൾ രണ്ടാമത് ആദ്യം സർപ്രൈസ് കൊടുക്കാമല്ലോ, അവരിപ്പോൾ വന്നത് എന്തായാലും അറിഞ്ഞിട്ടാണ്. അപ്പോൾ ആ വിഷമത്തിൽ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ രണ്ട് ഷവർമ കഴിച്ചിട്ടാണ്. ഷവർമയും ഓരോ കോഫിയും കുടിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാമത് സർപ്രൈസ് കൊടുക്കാനും നമ്മൾ എത്തി. അതും മുമ്പി ഗൈസ്. എന്നിട്ടും അവർ വന്നിട്ടാ. അവസാനം നമ്മൾ അവരെ തപ്പി പിടിച്ചിട്ട് അവരെവിടെ ഇല്ല വെച്ച് ആടെ പോയി സർപ്രൈസ് കൊടുക്കുക വെച്ചു. അങ്ങനെ ഇത് ഞാനും ദിനീഷ് ഇറങ്ങി. അവസാനം അവരെ കിട്ടിയത് എവിടുന്നറിയാം, ആശുപത്രി പോകാൻ ആടെ പോയിട്ട് കുപ്പായ എടുക്കണം. നിങ്ങൾ പോയി നോക്ക്. അപ്പം നമ്മൾ ഇച്ചാൻ ആടെ അഡ്മിറ്റ് ആക്കിയിട്ട് അപ്പൻഡിക്സിൻ്റെ ഇതായിട്ട്. അപ്പോൾ ആടുന്ന് ഓന് അതിനിടയ്ക്ക് കുപ്പായം വാങ്ങാൻ ഇറങ്ങിയതാണ്. പിന്നെ ഒരു രാത്രിയിലാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇറങ്ങി. പിന്നെ ഈ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കെങ്കിലും ഓക്കെ, ബൈ.